ഒരു മുറി പറ്റിക്കഴിഞ്ഞാൽ ചൂടാണോ തണുപ്പാണോ വെക്കേണ്ടത്? പലർക്കും സംശയമാണല്ലേ. ഏതൊക്കെ സാഹചര്യത്തിലാണ് ചൂട് വെക്കേണ്ടത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് തണുപ്പ് വെക്കേണ്ടത്? തണുപ്പ് പെട്ടെന്നുണ്ടായിട്ടുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ നന്നായിട്ട് സഹായിക്കും. മാത്രമല്ല എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിലോട്ടേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ 48 മണിക്കൂറിൻ്റെ ഉള്ളിൽ തണുപ്പ് അല്ലെങ്കിൽ ഐസ് പാക്ക് ഒക്കെ വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു മുറിവൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തണുപ്പ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഉളുക്ക് വന്ന് സ്ട്രെയിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുപ്പ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ജിമ്മൊക്കെ പോയി കഴിഞ്ഞാൽ മസിൽസിനോ ടെൻഡൻസിനൊക്കെ ഇറിറ്റേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തണുപ്പ് വെച്ച് കൊടുക്കുക. പക്ഷേ നിങ്ങൾ എപ്പോഴൊക്കെയാണ് തണുപ്പ് കൊടുക്കാൻ പാടില്ലാത്തത്? ഓൾറെഡി അയാൾക്ക് കോച്ചിപ്പിടുത്തോ അല്ലെങ്കിൽ ക്രാംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തണുപ്പ് വെക്കരുത്. എഫക്റ്റഡ് ആയിട്ടുള്ള ഏരിയ മരവിച്ച് കിടക്കുകയാണെങ്കിലും നിങ്ങൾ തണുപ്പ് വെക്കരുത്. അല്ലെങ്കിൽ ആ പേഴ്സണ് തണുപ്പിനോട് ഹൈപ്പർ സെൻസിറ്റീവ് ആണ് എങ്കിൽ നിങ്ങൾ തണുപ്പ് വെക്കരുത് കേട്ടോ. പിന്നെ ഇഞ്ചറി ഓപ്പൺ ആയിട്ടുള്ള ഒരു വൂണ്ടാണെന്നുണ്ടെങ്കിലും അവിടെ ഡയറക്റ്റ് നിങ്ങൾ ഐസ് പാക്ക് ഒന്നും വെച്ച് കൊടുക്കരുത്. പൊള്ളലൊക്കെ ഏറ്റ് കഴിഞ്ഞാൽ ബ്ലിസ്റ്റേഴ്സ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഐസ് വെച്ച് കൊടുക്കരുത്. അതുപോലെ എന്തെങ്കിലും വാസ്കുലർ ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ നെർവ് സംബന്ധമായിട്ടുള്ള അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ തണുപ്പ് വെച്ച് കൊടുക്കരുത്.